പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആത്മീയശാസ്ത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നിരന്തരം ചെയ്യുന്ന ചില ആത്മീയ ചിട്ട അല്ലെങ്കിൽ നിഷ്ഠകളെ സംബന്ധിച്ചാണ്. എന്തിനാണ് ഇത് നിരന്തരം ചെയ്യുന്നത്? നമ്മൾ ഖുർആൻ വായിക്കുന്നു, നിർബന്ധമായി തന്നെ എല്ലാ ദിവസവും ഖുർആൻ പാരായണം, ഭാഗവതം വായിക്കുന്നു, ബൈബിള് വായിക്കുന്നു. ഇതൊക്കെ ഈ മഹത് ഗ്രന്ഥങ്ങളൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് യോഗീശ്വരന്മാർ കണ്ടുപിടിച്ചിരിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഊർജ പ്രസരണ കേന്ദ്രങ്ങളാണ്. ഇതൊക്കെ ആവർത്തിച്ച് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എന്തായി മാറുന്നു? ഒരു വ്യക്തിയുടെ സംസ്കാരത്തെ അത് വീണ്ടും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വിചാരിക്കും ഇതിനൊക്കെ എന്ത് കഥ എന്നല്ലേ. നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ ഓരോ ആത്മീയ ഗ്രന്ഥങ്ങളും ഒരു 15 മിനിറ്റെങ്കിലും അതൊന്ന് പാരായണം ചെയ്യാൻ മാറ്റിവെക്കുക. നാമജപങ്ങളായിക്കോട്ടെ, സങ്കീർത്തനങ്ങളായിക്കോട്ടെ, അങ്ങനെ എന്തെല്ലാം വിധത്തിലുള്ള ആത്മീയമായ രീതിയിൽ മുൻപേ നമുക്ക് നൽകിയിട്ടുള്ള ഈ ഗ്രന്ഥങ്ങളിലുള്ള ആവർത്തിത പ്രത്യയനം, മനഃശാസ്ത്രത്തിൽ പറയുന്നതാണ്. ആവർത്തിത പ്രത്യയനം ഒരു വ്യക്തിയുടെ ഉൾമനസ്സിനെ വീണ്ടും എന്താകുന്നു? ശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഒരു ദിവസം മാത്രം കുളിച്ചാൽ മതിയോ? എല്ലാ ദിവസവും കുളിക്കുമ്പോഴല്ലേ എൻ്റെ ഫ്രഷ്നസ് നിലനിർത്താൻ സാധ്യമാകുള്ളൂ. പലപ്പോഴും ഇത് ആദ്യമൊക്കെ വായിക്കുമ്പോൾ മനസ്സിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ദുഃഖങ്ങളുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ആത്മീയഗ്രന്ഥം കയ്യിലെടുക്കും, എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും. പക്ഷേ ഉള്ളതിൽ കൂടുതൽ പ്രശ്നങ്ങൾ കൂടി വരുന്നതായിട്ട് മനസ്സിനകത്ത് തിക്കം വരും. കാരണം ആദ്യമൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥമൊന്നും അറിയണമെന്നുമില്ല, ബുദ്ധിമുട്ടായിട്ടും കഷ്ടപ്പാടായിട്ട് തോന്നും. പക്ഷെ വീണ്ടും അതൊരു ചിട്ടയോടുകൂടി ആവർത്തിക്കുമ്പോൾ നമ്മളിലെ ഈ ആസുരികമായിട്ടുള്ള മനസ്ഥിതി പതുക്കെ മാറി ദൈവികമായിട്ടുള്ള തലത്തിലേക്ക് കുറേശ്ശെ എത്തുമ്പോൾ, അതായത് നെഗറ്റീവായിട്ട് പലപ്പോഴും കൊണ്ടു നടക്കുന്ന നമ്മൾ ആവലാദികളും വേവലാദികളുമാണല്ലോ നിത്യജീവിതത്തിൽ കിട്ടാനുള്ളത്, പ്രത്യേകിച്ച് കലിയുഗത്തിൽ. അതിങ്ങനെ കൂടിക്കൂടി വരുമ്പം നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന, ആത്മാവ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് പോലെയാണ്. ഈ ആവലാദികളും വേവലാദികളും കൊണ്ട് നിറയുമ്പോൾ കൂടുതൽ അത് വർദ്ധിച്ചു വരികയുള്ളൂ. ഇതിനെ ഒന്ന് ത്രാണനം ചെയ്യാൻ ആണ് ഈ നിത്യേനയുള്ള പാരായണങ്ങൾ, നാമജപങ്ങൾ, സങ്കീർത്തനങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നവർ ഒരുപക്ഷെ അരി ഉഴുന്നും അരച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ആട്ടുകല്ലിൽ. ഇപ്പോഴും ചിലയിടത്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, വളരെ അപൂർവമായി. ഇന്നിപ്പോൾ എല്ലാം മിക്സിയൊക്കെ വന്നപ്പോൾ അതുകൊണ്ട് മാറി. ഈ അരി ഉഴുന്നും അരയ്ക്കുന്ന പരിചയമുള്ളവർക്ക് അറിയാൻ സാധിക്കും എന്താണ് സംഭവിക്കുന്നത്. ആദ്യം അതിൻ്റെ ബോൾസ് അങ്ങനെ തന്നെ കിടക്കുകയാണ്, ഉഴുന്നും അരിയൊക്കെ അല്ലേ. പിന്നീട് ഇതിങ്ങനെ ആ കുഴവിയുണ്ട് അരച്ച് വരുമ്പോൾ കട്ടിയുള്ളത് താഴേക്ക് പോകുന്നു. ആ വിടവിലൂടെ ഒന്നരഞ്ഞ് വീണ്ടും പൊന്തി വെങ്ങുന്നു. വീണ്ടും നമ്മളത് ചെയ്യുമ്പോൾ അവസാനം നല്ല പേസ്റ്റ് പോലാകുന്നല്ലേ. ഈ അരി ഉഴുന്നും ഇങ്ങനെ മാവ് കോരിയെടുത്ത് അല്ലെങ്കിൽ ചുർന്ന് വീഴത്തക്ക രീതിയിൽ അത്തരത്തിൽ ലയിച്ച് പാകമാകുന്നു. ഈ പാകമാകുന്നത് മാത്രമേ നല്ല ആഹാരത്തിനായിട്ട് ഉപയോഗിക്കാനും പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, നിരന്തരം ഈ പറയുന്ന പാരായണങ്ങൾ, ആവർത്തന പ്രത്യയനങ്ങൾ അത് മുടങ്ങാതെ കൊണ്ടുപോകുന്ന വ്യക്തികളിൽ, അവരിൽ ഈ സംസ്കാരം എന്ന് പറയുന്നത് ഊർജ്ജസ്വലമായ രീതിയിൽ തെളിഞ്ഞ് അടിത്തട്ടിൽ നിന്ന് പൊങ്ങി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ചില ചിട്ടകൾ നിലവിലുണ്ട്. അതിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണ്ടേ. പലതും മാറ്റി വെച്ചിട്ടുണ്ടാവും. എല്ലാ വീടുകളിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ആത്മീയമായ ഗ്രന്ഥങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അത് ഏതെങ്കിലും സീസണിൽ മാത്രം എടുക്കുന്നതായിരിക്കും. പലപ്പോഴും കർക്കിടക മാസമൊക്കെ വരുമ്പോഴത്തേക്ക് രാമായണ മാസ ആചരണമായിട്ട് വരികയാണ് അല്ലേ. അപ്പോൾ ആ ഒരു മാസമെങ്കിലും കൃത്യനിഷ്ഠയോടുകൂടി ആ ഒരു പൗത്രീകരിച്ച് ആത്മീയ മാസമായിട്ട് രാമായണ മാസം, അതായത് കർക്കിടക മാസത്തിൽ ആചരിക്കാറുണ്ട്. എന്താ കാര്യം? ഈ കർക്കിടകത്തിലാണ് പലപ്പോഴും ഈ നമ്മുടെ മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നത്, പ്രതിരോധ ശക്തി കുറയുന്നത്. കാരണം തണുപ്പും അത്തരത്തിൽ മഴയും കാറ്റും പിന്നെ ഭക്ഷണങ്ങളൊക്കെ ആണെന്ന് കഴിച്ചാൽ തന്നെ ദഹിക്കില്ല. അപ്പം രോഗപ്രതിരോധ ശക്തി കുറയുന്നൊരു കാലഘട്ടമാണ് ശരീരത്തിനും മനസ്സിനുമൊക്കെ. ഭയമൊക്കെ വരും, ഇരുളട. പണ്ട് കാലത്ത് ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുണ്ടുമൂടിയ അന്തരീക്ഷവും തണുത്തതും വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ ധാന്യങ്ങളൊന്നും ഇല്ലാതെ ജോലിക്ക് പോകാൻ പറ്റാതെ അറുതിയുടെയും വറുതിയുടെയും ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം. ഈ കർക്കിടക മാസത്തിൽ മനസ്സിനെ ഒന്ന് ത്രാണം ചെയ്ത് ശുദ്ധീകരിക്കാൻ രാമായണ പാരായണ മാസമായിട്ട് തന്നെ ആചരിക്കുന്നു. അത് പക്ഷേ ഒരു മാസത്തിന് വേണ്ടി മാത്രമുള്ളതാണോ? അല്ല, എല്ലാ ദിവസവും വേണ്ടതാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് മാത്രം നമ്മളതിനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ആ ഇമ്മ്യൂണിറ്റി പവറിനെ, പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ നിലവിലുള്ള സംവിധാനങ്ങളെ
ഒരു പിടിവള്ളി പോലെ മുറുകെ പിടിക്കുന്നു. അതിലൂടെയാണ് നിത്യജീവിതത്തിൽ പ്രസൻറ്റ് ലൈഫിൽ എല്ലാ വിധത്തിലുള്ള കഷ്ടതകൾക്കും നമ്മൾ ബാലൻസ് ചെയ്യാൻ മോചനം ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. ശരിയല്ലേ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.